പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനങ്ങളൊക്കെ കഴിഞ്ഞു. നിരവധി ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി ഉസ്താദെ വീട് പണി ശരിയാകുന്നില്ല, അല്ലെങ്കിൽ വീട് പണി ഉദ്ദേശിക്കുന്നുണ്ട് അത് അങ്ങോട്ട് ഒന്ന് ഉഷാറാകുന്നില്ല, ഒരുപാട് കടമാണ്, വീട് ജപ്തിയാണ്, അതുപോലെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം മകൾക്ക് ശരിയാകുന്നില്ല, മക്കളുടെ പഠനത്തിൽ ഒരു ഹൈറ് കിട്ടുന്നില്ല, അതുപോലെ തന്നെ മക്കൾ പരീക്ഷ എഴുതുകയാണ്, IAS പരീക്ഷ എഴുതുകയാണ്, ഡിഗ്രിയുടെ പരീക്ഷ എഴുതുകയാണ്, CMA എക്സാം എഴുതുകയാണ്, CA പഠിക്കുകയാണ്, അതിലൊക്കെ ഒരു വലിയ ഹൈറുണ്ടാവാൻ പ്രത്യേകം ദ്വാരക്കണം, എന്തു ദ്വായാണ് ഞങ്ങൾ പറയേണ്ടത് എന്നൊക്കെ നിരവധി ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരമായി ഒരു കുഞ്ഞു ദുആ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാം. 11 ദിവസം തുടർച്ചയായി നമ്മൾ വുദു എടുക്കുന്ന സമയത്ത് ഈ ദുആ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണാം. അതോടൊപ്പം തന്നെ ചുരിദാർ ധരിച്ചിട്ട് വുദു എടുക്കുന്ന പല സ്ത്രീകൾക്കും പല സഹോദരിമാർക്കും പറ്റുന്ന വലിയ ഒരു അബദ്ധം ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി മുതൽ ആ അബദ്ധം ഒരു സഹോദരിയും ചെയ്യാൻ പാടില്ല. പിന്നെ മൈലാഞ്ചി ഇട്ട സഹോദരിമാരുണ്ടാകും, അവർ വുദു എടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ വുദുഇൻ്റെ പൂർണ്ണമായ രൂപം എങ്ങനെയാണ് ഉസ്താദെ എന്ന് ചിലർ ചോദിച്ചു, അതും നമ്മൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ വുദു എടുത്തിട്ട് ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന വമ്പൻ പ്രതിഫലം എന്താണെന്ന് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു തരട്ടെ, ആമീൻ. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണേ, മറക്കണ്ട. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നിരവധി ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി എഴുതുന്ന പരാതിയാണ് ഉസ്താദെ വീടും സ്ഥലവും പെട്ടെന്ന് ഹൈറായ നിലക്ക് വിറ്റുപോകാൻ പ്രത്യേകം ദുആ ചെയ്യണം. പല ആളുകളും പറഞ്ഞു വീടൊക്കെ ഈ ലോൺ എടുക്കാൻ പാടില്ല അല്ലേ, പലിശ ഇടപാട് പാടില്ല, പക്ഷെ നമുക്ക് നിവൃത്തിയില്ലാതെ അതെടുത്ത് ഇപ്പോൾ ആ ലോൺ പൈസ അടക്കാനില്ല, ജപ്തിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ കയ്യിൽ പൈസയൊന്നുമില്ല, അല്ലെങ്കിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്, സ്വന്തമായൊരു വീട് വേണം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്ന നിരവധി ആളുകളുണ്ട്. ഇനി ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല എങ്കിൽ ഭാവിയിൽ ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദുആ പഠിക്കാം. ഈ ദുആ പറയാൻ പ്രത്യേക ഒരു സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാവരും 5 വഖത്ത് നമസ്കാരത്തിന് വേണ്ടിയും അല്ലാത്ത സമയത്തും വുദു എടുക്കുന്നവരാണ്. വുദു എടുക്കുന്ന സമയത്ത് വുദുഇൻ്റെ ഇടയിൽ നമ്മൾ മുഖം കഴുകുമ്പോൾ, അല്ലെങ്കിൽ കൈ കഴുകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കാല് കഴുകുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും, ഒരു വുദുഇൽ ഒരു പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്ന ദുആ നമ്മൾ പറഞ്ഞാൽ, അതിങ്ങനെ നിത്യമായി കൊണ്ടുപോയാൽ 11 ദിവസം തുടർച്ചയായി വുദു എടുക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് എല്ലാ വഖത്ത് വുദുയിലും, അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ വുദു എടുത്താലും, ചിലപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് വേണ്ടി പോകുമ്പോൾ വുദു എടുക്കാറുണ്ട്, ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ വുദു എടുക്കുന്നവരാണ്, അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും എന്താണ് ബാത്റൂമിലൊക്കെ പോയി വരുന്ന സമയത്ത് വുദു എടുക്കുന്നവരാണ്. അപ്പോൾ എപ്പോൾ നമ്മൾ നിസ്കാരത്തിന് വേണ്ടിയോ അതല്ലാത്ത സമയത്തോ വുദു എടുത്താൽ ആ സമയത്ത് വുദുഇൻ്റെ ഇടയിൽ ഒന്നുകിൽ മുഖം കഴുകുമ്പോൾ, അല്ലെങ്കിൽ മുഖം കഴുകിയിട്ട് നമ്മൾ കൈ കഴുകാൻ തുടങ്ങുന്ന ആ ഒരു സമയത്തോ ഇനി പറയുന്ന ഒരു ദുആ, മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ദുആ ഒരു വട്ടം നമ്മൾ പറഞ്ഞാൽ, ഒരു വട്ടമല്ല, പറ്റുന്നത് പോലെ 1, 2, 3 ഒക്കെ പ്രാവശ്യം നമുക്ക് പറയാം. ആ സമയത്ത് പറഞ്ഞാൽ, വുദുഇൻ്റെ സമയത്ത് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് 11 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മാർഗം, ഒരുപാട് കടങ്ങളാണെങ്കിൽ ആ കടം വീട്ടാനുള്ള എന്തെങ്കിലും ഒരു വഴി, ചിലപ്പോൾ ഒരു നല്ല ജോലി കിട്ടലാവാം, അല്ലെങ്കിൽ വീട് പണിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സഹായം കിട്ടലാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതം അള്ളാഹു നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ചെയ്യേണ്ടത് ഒരു വുദുയിലും നമ്മൾ മറന്നു പോവാതെ ഈ ഒരു ദുആ നമ്മൾ മനഃപ്പാഠമാക്കി നമ്മൾ പഠിച്ചെടുത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വീട്ടിലെ ഉമ്മമാർ ഇത് പ്രത്യേകം പഠിച്ചെടുത്ത് ഇത് പറഞ്ഞാൽ വലിയ പ്രതിഫലം. കാരണം നിങ്ങൾക്ക് ഈ മെൻസസ് പരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ടും
ഈ രക്തം ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ ഈ ഗർഭാശയ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകൾ, പിന്നെ ഈ ഇസ്തിഹാലത്തിൻ്റെ രക്തം, രോഗരക്തം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളവർക്കും ഇൻഷാ അല്ലാഹ് ഈ ഒരു ദുആ വലിയ പരിഹാരമാണ്. അപ്പോൾ ഇതെപ്പോഴാണ് പറയേണ്ടത്? നമ്മൾ വുദു എടുക്കുന്ന സമയത്താണ് പറയേണ്ടത്. ഇനി ഈ വുദു എടുക്കുന്ന സമയത്ത് എന്താ ഉസ്താദ് ഈ ദുആ പറയേണ്ടത്? മറ്റു സമയങ്ങളിൽ ഈ ദുആ പറയാൻ പറ്റൂലേ? പറ്റും. പക്ഷെ വുദു എടുക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതലായി ഈ ദുആ എഫക്റ്റ് ആകുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ നിത്യമായി വുദു എടുക്കുന്നവനാണെങ്കിൽ, ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ വുദു എടുക്കുമ്പോൾ ഫഗസല വജ്ഹഹു, അവന്റെ മുഖം അവൻ കഴുകിയാൽ, ഖറജ മിൻ വജ്ഹി കുല്ലു ഖതീഅത്തിൻ നളറ ഇലൈഹാ ബിഐനൈഹി, അവന്റെ കണ്ണുകൊണ്ട് അവൻ കണ്ട മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുന്നതാണ്. കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്ത തെറ്റ്, അതുപോലെ തന്നെ വാ കഴുകുമ്പോൾ വായ കൊണ്ട് പറഞ്ഞ തെറ്റ്, ചെവി തടകുമ്പോൾ ചെവികൾ കൊണ്ട് കേട്ട തെറ്റ്, അതുപോലെ തന്നെ തല തടകുമ്പോൾ ചിന്തിച്ച, നമ്മുടെ തലച്ചോറ് കൊണ്ട് നമ്മൾ ചിന്തിച്ച തെറ്റുകൾ, കാല് കഴുകുമ്പോൾ കാലുകൊണ്ട് നമ്മൾ നടന്ന തെറ്റ്, ഇതെല്ലാം അല്ലാഹു തആല പുറത്തു തരുന്നതാണ് എന്ന് ഒരു ഹദീസിൽ കാണാം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്ത്? മൻ തവല്ലഅ, ഒരുവൻ വുദു എടുത്തു, ഫഅഹ്സനൽ വുദൂഅ, അവന്റെ വുദൂഇനെ അവൻ നന്നാക്കി എങ്കിൽ, ഖറജത് ഖതായാഹു മിൻ ജസദിഹി, അവന്റെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരും. ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരിഹി, നഖത്തിന്റെ ഇടയിലുള്ള തെറ്റുകൾ വരെ അല്ലാഹു എനിക്ക് പുറത്തു കൊടുക്കും. അതായത് നമ്മൾ വുദു എടുക്കുന്ന സമയത്ത് അല്ലാഹു തആലയുടെ റഹ്മത്ത്, മഗ്ഫിറത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മുഖം കഴുകുമ്പോൾ നമ്മുടെ മുഖത്തിലുള്ള പാപങ്ങൾ, കണ്ണുകൊണ്ട് കണ്ട പാപങ്ങൾ ഇങ്ങനെ പുറത്തു തരുന്ന സമയത്ത്, അതായത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, മഗ്ഫിറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ എഫക്റ്റീവാണ്. ആ സമയത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞ ദുആ പറയേണ്ടത്. ഏതാണ് ആ ദുആ? ഇനി നമുക്ക് ആ ദുആ എന്ന് പഠിച്ചാലോ? വളരെ എളുപ്പമാണ്. 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് ഒരു കാണാതെ പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും കുഴപ്പമില്ല. എൻ്റെ ഉമ്മമാരിത് നിങ്ങൾ പ്രത്യേകം ഒരു ബുക്കിലൊക്കെ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങളിത് മനഃപ്പാടമാക്കുക, നിങ്ങളുടെ മക്കളെ കൊണ്ട് പറയിപ്പിക്കുക. നിങ്ങളുടെ മരുമക്കൾ IAS പഠിക്കുന്ന മക്കളുണ്ട്, അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ട്, CMA ഒക്കെ പഠിക്കുന്ന മക്കളുണ്ട്, CA ഒക്കെ പഠിക്കുന്ന മക്കളുണ്ട്, എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന ഒരുപാട്, അതായത് ഭാവിയിൽ നല്ല ഒരു ജോലി സാധ്യതയുള്ള ഒരുപാട് കോഴ്സുകൾ പഠിക്കുന്ന മക്കളുണ്ട്. അപ്പോൾ അവരുടെ പഠനം അത് വെറുതെ ആയി പോകാൻ പാടില്ല. ഒരുപാട് പൈസ മുടക്കി പഠിച്ചിട്ട് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കോഴ്സിനനുസരിച്ച് നമുക്ക് നല്ല ജോലി കിട്ടണം, നമുക്ക് നല്ല ശമ്പളം കിട്ടണം, നമ്മുടെ ജീവിതം റാഹത്തിലാവണം, എല്ലാവിധ ഖൈറും ഉണ്ടാവണം. അപ്പോൾ എല്ലാത്തിനും കൂടി ഉൾപ്പെടുന്ന, എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാണ് ആ ദുആ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വബാരിക് ലി ഫീ റിസ്ഖി വവസ്സിഅ ലി ഫീ ദാരി. മൂന്ന് കാര്യമാണ് നമ്മൾ ചോദിക്കും. ഒന്ന്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി, അല്ലാഹുവേ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു റബ്ബേ, എൻ്റെ തെറ്റുകൾ നീ പുറത്തു തരണേ അല്ലാ. രണ്ടാമത്തേത്, വബാരിക് ലി ഫീ റിസ്ഖി, എൻ്റെ ജീവിത വിഭവത്തിൽ നീ ബറക്കത്ത് തരണം, എൻ്റെ മക്കളെ നീ ഖൈറാക്കണം, എൻ്റെ കച്ചവടം നീ സന്തോഷത്തിലാക്കണം, അതുപോലെ എൻ്റെ കടങ്ങൾ മാറ്റി തരണം, എനിക്ക് നല്ല സമ്പത്ത് തരണം, അതുപോലെ എൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾ മാറ്റണം. അല്ലാഹുവേ എൻ്റെ മക്കൾ അവർ പഠിക്കുന്ന പഠനത്തിൽ ബറക്കത്തുണ്ടാവണം. അതൊക്കെയാണ് ഈ ദുആഇന്റെ അർത്ഥം. അപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം, വബാരിക് ലി ഫീ റിസ്ഖി, എൻ്റെ വീട്, എൻ്റെ മക്കൾ, അതുപോലെ തന്നെ എൻ്റെ വാഹനം, എൻ്റെ വസ്ത്രം, എൻ്റെ ഭക്ഷണം, എൻ്റെ വെള്ളം, എൻ്റെ പാർപ്പ് എല്ലാം ചോദിക്കുന്നു. വബാരിക് ലി ഫീ റിസ്ഖി, എൻ്റെ ജീവിത വിഭവത്തിൽ ബറക്കത്ത് തരണം. പ്രവാസികളായ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദേ ശമ്പളം ഒരുപാട് നാളായി കിട്ടിയിട്ട് അതിങ്ങനെ കെട്ടിക്കിടക്കുക, ശമ്പളം കിട്ടുന്നില്ല, പിന്നെ ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രയാസമുള്ള ജോലി, ആ ജോലി സമയത്താണ് നമ്മൾ ഈ ദുആ പറയുന്നതെങ്കിൽ നമുക്കൊന്നുകിൽ ആ ജോലി ഖൈറായിട്ട് വരും, അല്ലെങ്കിൽ അതിനേക്കാൾ ഖൈറായ ജോലി നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് ഈ ദുആ പറയുക. പിന്നെ അതിന് ശേഷം നമ്മൾ പറയുന്നത് വവസ്സിഅ ലി ഫീ ദാരി, എൻ്റെ വീട് നീ വിശാലമാക്കി തരണം. വാടക വീട്ടിലാണോ കഴിയുന്നത്? ഖൈറായ ഒരു സ്വന്തമായ വീട് നമുക്ക് വേണോ? വീടില്ലാത്തവരാണോ? ഖൈറായ ഒരു വീട് വേണോ? വീട് പണി നടക്കുന്നവരാണോ? വീട് പണിയെല്ലാം വേഗത്തിലാവണോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറണോ? അല്ലെങ്കിൽ വീടും സ്ഥലവും വിറ്റുപോയി ഖൈറായ ഒരു വിലക്ക് വിറ്റുപോകണം, അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിനും ഈ ദുആ പറ്റിയതാണ്. അപ്പോൾ ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വബാരിക് ലി ഫീ റിസ്ഖി വവസ്സിഅ ലി ഫീ ദാരി. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വബാരിക് ലി ഫീ റിസ്ഖി വവസ്സിഅ ലി ഫീ ദാരി.
ആ ദുആ പഠിച്ചല്ലോ. അപ്പോൾ ഈ ദുആ മറന്നു പോവണ്ടേ. പിന്നെ വുദുവെടുക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരോട്, എൻ്റെ സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയട്ടെ, ചുരിദാറിട്ടിട്ട് വുദുവെടുക്കുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ചുരിദാറിൻ്റെ കൈ അല്ലേ, സാധാരണ ചുരിദാറിൻ്റെ കൈക്ക് ഇത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ കൈ ഇങ്ങനെ കയറ്റിയാൽ ടൈറ്റ് ആയിരിക്കുമല്ലോ, ഇവിടെയൊക്കെ ഇച്ചിരി ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കയറ്റിയാൽ ഒരു പക്ഷേ ഇത് ഇത്രയൊക്കെ വരുള്ളൂ, ഇത്ര നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ വുദു എടുക്കുമ്പോൾ എടുത്തിട്ട് മുഖം കഴുകി, മുഖം കഴുകി, കൈ കഴുകുമ്പോൾ മുട്ടുൾപ്പെടെ കഴുകണം. ഇതുണ്ടോ, ഈ മുട്ട് ഉൾപ്പെടെയാണ് കൈ കഴുകേണ്ടത്. ഭൂരിഭാഗം ചുരിദാറിടുന്ന സ്ത്രീകളും എന്താ ഇങ്ങനെ പരമാവധി കയറ്റാൻ നോക്കും. ചിലപ്പോൾ ഈ അറ്റത്ത് ഇവിടെ വന്നിങ്ങനെ നിൽക്കും, നമുക്ക് മുട്ട് കയറൂല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വുദു കൊടുക്കും. ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് വുദു കൊടുക്കും. ഈ ഭാഗം മാത്രം കഴുകിയാൽ പോരാ. അതായത് ചുരിദാർ നല്ലതുപോലെ കയറ്റി നമ്മുടെ ഈ മുട്ട് കണ്ടോ, ഈ മുട്ടുൾപ്പെടെ നമ്മൾ കഴുകണം. അത് പല ആളുകളും ശ്രദ്ധിക്കാറില്ല. അത് ചുരിദാർ ആവട്ടെ, നൈറ്റി ഇടുന്നവരാവട്ടെ, ഇനി ഈ ഫുൾ കൈ ഷർട്ട് ഇടുന്ന പുരുഷന്മാരാവട്ടെ, അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മുട്ടുൾപ്പെടെയാണ് കൈ കഴുകേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വുദു ശരിയാവില്ല. വുദു ശരിയായില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ മൈലാഞ്ചി ഇടുന്ന സഹോദരിമാരുണ്ട്. അവർ ഇപ്പോൾ പെരുന്നാളിനൊക്കെ നമ്മൾ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊന്ന് നോക്കിയേ, പെരുന്നാളിനിട്ട മൈലാഞ്ചി ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നുണ്ടെങ്കിൽ ആ മൈലാഞ്ചി നമ്മൾ ഇട്ട സമയത്തുള്ള വുദു ഒന്നും ശരിയായിട്ടില്ല. അതായത് മൈലാഞ്ചി ഇടുമ്പോൾ പൊളിഞ്ഞു പോകുന്ന മൈലാഞ്ചി ഇടരുത്. നമ്മുടെ നാടൻ മൈലാഞ്ചി അരച്ചിടുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ, നമ്മുടെ ഈ തൊലിയോട് ചേരും. അതിങ്ങനെ പൊളിഞ്ഞു പോരും, തൊലിയോട് ചേരും. അതാണ് ഒറിജിനൽ മൈലാഞ്ചി. അപ്പോൾ അത് നമ്മുടെ തൊലിയുടെ നിറമായി അത് മാറും. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന, പേര് പറയുന്നില്ല, ഒരുപാട് ട്യൂബ് മൈലാഞ്ചികളുണ്ട്. അതൊക്കെ നമ്മൾ ഇടുമ്പോൾ എന്താണ്, ഒരു 1-2 ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ പതിയെ പൊളിഞ്ഞു പോരും. അതായത് നമ്മുടെ തൊലിയോട് ചേർന്നിട്ടില്ല. അതുകൊണ്ട് വുദു ശരിയാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യൂടെക്സ് ഇടുന്ന സഹോദരിമാർ, അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നഖത്തിൽ വെള്ളം ചേരൂല, വുദു ശരിയാവൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ വുദുവിൻ്റെ സമയത്ത് നബിതങ്ങൾ പറഞ്ഞത് ഫഅഹ്സനൽ വുദു നല്ലതുപോലെ എടുക്കണമെന്നാണ്. വുദു നല്ലതുപോലെ എടുത്താൽ നമ്മൾ ആ വുദു കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. നമ്മൾ ഈ ദുആ കൂടി പറഞ്ഞാൽ ഈ പറയപ്പെട്ട എല്ലാ ഗുണങ്ങളും നമുക്ക് ഇൻഷാ അല്ലാഹ് കിട്ടും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊക്കെ വുദു എടുക്കുന്നവരാണ്. വുദു എടുത്താൽ നമുക്ക് എന്താണ് നേട്ടം? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നു, യാ ബുനയ്യ, എൻ്റെ മോനെ, ഇനിസ്തതഅത അൻ തകൂന അബദൻ അലാ വുദൂഇ ഫഫഅൽ ഫഇന്ന മലക്കൽ മൗത്ത് വഹുവ അലാ വുദൂഇഹി കുതിബ ലഹു ഷഹാദത്തുൻ. ഒരു ഹദീസിൻ്റെ ഏതാനും ചില വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ വുദു നിത്യമാക്കുന്നവനാണ്, അവൻ എപ്പോഴും വുദു എടുക്കുന്നവനാണ് എങ്കിൽ അവൻ്റെ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് കുതിബ ലഹു ഷഹാദ, ആ വുദുയിലാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവനിക്ക് ശുഹദാക്കളുടെ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. നമ്മുടെ വീട്ടിൽ പ്രായമായ ആളുകളുണ്ടാകും, രോഗികളായ ആളുകളുണ്ടാകും. അവർക്കൊക്കെ പരമാവധി വുദു ഉള്ളവരായി അല്ലെങ്കിൽ വുദു എടുത്തു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെയോ ഈ വുദു എപ്പോഴും നമ്മൾ കൊണ്ടു നടന്നാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവാൻ കൊതിക്കുമെന്നാണ് വുദു നിത്യമാക്കിയാൽ. മാത്രമല്ല, ഒരു മനുഷ്യൻ വുദു ചെയ്യുന്നവനാണെങ്കിൽ ആ വുദുവോടുകൂടി അവൻ്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ വുദുവോടുകൂടിയാണ് അവൻ്റെ വാഹനം ഓടിക്കുന്നതെങ്കിൽ ഒരു പ്രയാസവും അവനിക്ക് ഉണ്ടാവില്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വയകൂനു ഫീ അമാനില്ലാഹി മാദാമ അലൽ വുദൂ, ഒരു മനുഷ്യൻ വുദൂ നിത്യമാക്കി കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അല്ലാഹുവിൻ്റെ കോപമുണ്ടാവില്ല, അല്ലാഹുവിൻ്റെ ശിക്ഷയെ തൊട്ടുള്ള കാവലുണ്ടാകും, അവനിക്ക് ഒരുപാട് പദവികൾ ഉയർത്തപ്പെടും. ഇതൊക്കെ വുദൂ നിത്യമാക്കിയാൽ കിട്ടുന്ന പ്രതിഫലമാണ്. പിന്നെ ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് വുദു എടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവൻ വുദുവോടുകൂടി കിടക്കുമ്പോൾ വുദു മുറിയില്ല ഉസ്താദെ, ഉറങ്ങുമ്പോൾ വുദു മുറിഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ വുദുവോടുകൂടിയാണ് കിടക്കുന്നതെങ്കിൽ അവൻ ഉറങ്ങുന്ന സമയത്ത് അല്ലാഹു ഒരു മലക്കിനെ ഏൽപ്പിക്കും. ആ മലക്ക് അവൻ്റെ കട്ടിലിൻ്റെ ചാര വരും. എന്നിട്ടോ ആ മലക്ക് ഇവനിക്ക് വേണ്ടി ഇങ്ങനെ തസ്ബീഹ് ചൊല്ലും, ഹത്തസ്തൈക്കല്ല, അതായത് അവൻ ഉണരുന്നത് വരെ ഈ മലക്ക് ഇങ്ങനെ ദിക്ർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരിക്കും.
എന്നിട്ടോ അതിൻ്റെ മുഴുവനും പ്രതിഫലം അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് നേട്ടമാണ് വുദൂ നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ. നമ്മൾ വുദൂ എടുക്കുമ്പോൾ മുഖം കഴുകാറുണ്ട്, കൈ കഴുകാറുണ്ട്, തല തടവാറുണ്ട്, കാല് കഴുകാറുണ്ട്. എന്തിനാ ഇത്? അതായത് വുദൂയിൽ നിർബന്ധമായത് മുഖം കഴുകലാണ്. മുഖം കഴുകുമ്പോൾ എന്തിനാ മുഖം കഴുകുന്നത്? അള്ളാഹുവിനെ കാണാനാണ് നമ്മൾ മുഖം കഴുകുന്നത്. ആ മുഖം കഴുകുമ്പോൾ ആ മുഖം പ്രകാശമുള്ളതാകും. ആ പ്രകാശമുള്ള മുഖം കൊണ്ട് നമുക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുന്നതാണ്. പിന്നെയോ കൈകൾ കഴുകുന്നു. എന്തിനാണ് കൈകൾ കഴുകുന്നത്? അത് സ്വർഗത്തിലെ വളകൾ ധരിക്കാനാണ്. പിന്നെയോ തല തടവുന്നു. അതെന്തിനാണ്? സ്വർഗത്തിലെ കിരീടം വെക്കാനാണ്. കാല് കഴുകുന്നു. അത് സ്വർഗത്തിലൂടെ നമുക്ക് നടന്നു പോവാനാണ്. അല്ലാഹുവേ പടച്ചവനെ, വുദൂ നിത്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. പിന്നെ വുദൂ എടുക്കുന്ന സമയത്ത് പല ആളുകളും പറയാറുണ്ട്, ഉസ്താദെ വുദൂ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വസ്വാസാണ്. അതായത് നമ്മളെ കൈ കഴുകൂല, നമ്മൾ കൈ കഴുകുന്ന സമയത്ത് എന്താണ് പറയേണ്ടത്? ചിലപ്പോൾ ഔദു പറയും, ചിലപ്പോൾ ബിസ്മി പറയും. ആ സമയത്ത് നിയ്യത്ത് വെക്കണമെന്നൊക്കെ പറയും. എന്താണ് ചെയ്യേണ്ടത്? കൈ കഴുകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ടാപ്പ് തുറന്നു, എന്നിട്ട് നമ്മൾ കൈ കഴുകുന്നു. കൈ കഴുകുമ്പോൾ ആദ്യം പറയേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തുഹൂറ. ഇതാണ് പറയേണ്ടത്. എന്തത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തുഹൂറ. ഈ ദുആ പറയുക. അത് കഴിഞ്ഞ് എന്താ പറയേണ്ടത്? നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുദൂ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ നിയ്യത്ത്. നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ വുദൂ ചെയ്യുന്നു. എന്നിട്ട് വായിൽ വെള്ളം എടുക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. വായിൽ വെള്ളം എടുത്ത് തുപ്പിക്കളയുക, അത് മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് ചീറ്റിക്കളയുക. അത് സുന്നത്താണ്. വാ കഴുകൽ സുന്നത്താണ്. മൂക്കിൽ വെള്ളം കയറ്റിയാൽ സുന്നത്താണ്. പിന്നെ മുഖം കഴുകുക. വെള്ളം എടുത്തിട്ട് നല്ലതുപോലെ നമ്മുടെ ഈ നെറ്റി, മുടി മുളക്കുന്ന സ്ഥലം മുതൽ ചെവിക്കുറ്റി അതുൾപ്പെടെ നമ്മുടെ താടി ഉൾപ്പെടെ നമ്മൾ മുഖം നല്ലതുപോലെ കഴുകണം. ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം മാത്രമല്ല, നിങ്ങളുടെ മുഖത്തിൻ്റെ പരിധി അത് മുഴുവനായും കഴുകണം. 3 പ്രാവശ്യമാണ് കഴുകേണ്ടത്. 3 പ്രാവശ്യം കഴുകൽ സുന്നത്താണ്. ആദ്യത്തെ പ്രാവശ്യം കഴുകൽ അത് നിർബന്ധമാണ്. അപ്പോൾ 3 പ്രാവശ്യം കഴുകൽ സുന്നത്താണ്. 1 പ്രാവശ്യമെങ്കിലും കഴുകൽ നിർബന്ധമാണ്. അത് കഴിഞ്ഞ് കൈ കഴുകുക. കൈ കഴുകുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, പല ആളുകളും ഈ ചുരിദാർ ധരിക്കുമ്പോൾ, അല്ലെങ്കിൽ ടൈറ്റായ ഈ പർദ്ദയാവട്ടെ, അല്ലെങ്കിൽ നൈറ്റി ആവട്ടെ, അല്ലെങ്കിൽ ഷർട്ട് ധരിക്കുന്നവരാവട്ടെ, അവരൊക്കെ പരമാവധി കയറ്റാൻ ശ്രമിക്കും. ചിലപ്പോൾ ഇത്രയൊക്കെ വരുള്ളൂ. അപ്പോൾ അവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴുകലല്ല, അത് നല്ലതുപോലെ കയറ്റിയിട്ട് നമ്മൾ നല്ലതുപോലെ കഴുകേണ്ടതുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വുദൂ ശരിയാവില്ല. കൈ കഴുകുക. അത് കഴിഞ്ഞ് ഒരല്പം വെള്ളം എടുത്ത് നമ്മുടെ തല തടവുക. തല മൊത്തവും തടകൽ പ്രത്യേകം സുന്നത്താണ്. ഒരല്പമെങ്കിലും തടകൽ നമുക്ക് നിർബന്ധമാണ്. അത് കഴിഞ്ഞ് ചെവി തടവുക. പിന്നെ കാല് രണ്ടും കഴുകുക. കാല് രണ്ടും കഴുകുമ്പോൾ കാലിൻ്റെ പുറകുഭാഗം കാലിൻ്റെ ആ പുറകുഭാഗം നല്ലതുപോലെ, കുതിക്കാലെന്ന് പറയും, കാലിൻ്റെ പുറകുഭാഗം, നെരിയാണി ഭാഗമൊക്കെ നല്ല ശ്രദ്ധിച്ച് കഴുകുക. അവിടെയൊക്കെ വെള്ളം എത്താൻ സാധ്യത കുറവാണ്. അതുപോലെ നല്ലതുപോലെ ശ്രദ്ധിച്ച് കഴുകുക. അപ്പോൾ ഇതാണ് വുദൂഇൻ്റെ ഏകദേശ രൂപം. അപ്പോൾ വുദൂഇൻ്റെ രൂപമൊക്കെ അറിയാം. അപ്പോൾ ഞാനിത് വെറുതെ പറഞ്ഞു എന്ന് മാത്രം. ഒരു മനുഷ്യൻ വുദു എടുത്തിട്ട് ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് അടുത്ത വുദു വരെ. ഇപ്പോൾ ളുഹറിന് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വുദു എടുത്തു എങ്കിൽ നമ്മൾ അസറിന് വുദു എടുക്കുന്നത് വരെ ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുകയാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ കാര്യമൊന്നും നമ്മൾ മറന്നു പോകരുത്. വുദുവിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഈ വുദു എടുക്കുന്ന സമയത്ത് ചെറിയ ഒരു ദുആ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ദുആ നമ്മൾ നിത്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും കേട്ട നിങ്ങൾക്കും ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ഹാജിമാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ എല്ലാവിധ ഖൈറും സലാമത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ ഹജ്ജും ഉംറയും അല്ലാഹു മഖബൂലും മബ്റൂറുമായി സ്വീകരിക്കട്ടെ. നമുക്കൊക്കെ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ്, ദുആ വസിയത്ത് പറയാറുണ്ട്. അല്ലാഹു പടച്ചവൻ ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ, സങ്കടങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടുപോയി മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ പഠനത്തിൽ നീ ബറക്കത്തും സലാമത്തും കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.